അവന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന. അവനെ തലോടി വിടുകയല്ല ചെയ്തത്. രാത്രി ഉത്തൈബക്ക് ഉറക്കം വരുന്നില്ല, എല്ലാവരും ഉറങ്ങുന്നില്ല. എന്താ നീ ഉറങ്ങാത്തത്? പുലി വരാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഉത്തൈബയോട് ഒരു കാര്യം ചെയ്യും, നീ നടുക്ക് കിടന്നു, നമ്മൾ ചുറ്റും കിടക്കാം. അങ്ങനെ ഉത്തൈബയെ നടുത്ത് കിടക്കെത്തി ബാക്കിയുള്ളവർ ചുറ്റും കിടന്നു. രാവിലെ നോക്കുമ്പോ ഉത്തൈബയെ കാണാനില്ല. ആര് കൊണ്ടുപോയി? പുലി കൊണ്ടുപോയി. നായിനെ വിളിച്ചത് പുലിയാ വന്നത്. ഒന്ന് ആലോചിച്ചോക്കിട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാപവാക്ക് ഉതിർത്തുകൊണ്ട് ഉത്തൈബക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു പരിഹാസക സംഘത്തെ ഉണ്ടാക്കി മക്കാര്, റസൂലിനെ പരിഹസിക്കാൻ, കളിയാക്കാൻ. അതിന് നേതൃത്വം കൊടുത്തതാരാ? ഉമ്മു ജമീലാണ്. ഇവര് തന്ത്രം എന്നറിയോ? കുടുംബക്കാരനായ പ്രശ്നം അവരെന്നെ തീർത്തോളും, വേറെ ആരും ഇടപെടണ്ടല്ലോ. ഉമ്മു ജമീൽ എന്ന് പറഞ്ഞ പിതൃ സഹോദരന്റെ കളാമയെയാണ് ആരായി ഏൽപ്പിച്ചത്? ഈ പരിഹസിക്കാനുള്ള സംഘത്തിന് നേതാവ് ഏൽപ്പിച്ചത്. ഉമ്മു ജമീൽ എന്താ ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴിയില് മുള്ളുകളും ശല്യങ്ങളും ചപ്പും ബുദ്ധിമുട്ടിക്കും. ഇതേ ചെയ്തിട്ടുള്ളൂ. ഉമ്മു ജമീലിന് കിട്ടിയ പ്രതികരണം ശക്തമായ പ്രതികരണമാണ്. സങ്കടമുണ്ട് ചില സംഗതികൾ കേൾക്കുമ്പോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനും പലപ്പോഴും കേൾക്കാറുണ്ട്. റസൂലിന്റെ തലയില് ചപ്പ് ചവറിട്ടുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു ഒരു പെണ്ണ്. ഏത് പെണ്ണാ? ജൂതപ്പെണ്ണ്. ജൂതപ്പെണ്ണ് എല്ലാ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ ചപ്പ് ചവർ തലയിലുണ്ടായിരുന്നു. എവിടുന്ന സംഭവം? ഈയിടെ ട്രെയിനിൽ പോകുമ്പോ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ സംഭവമില്ല. ഞാൻ എവിടുന്ന? മക്കത്താണ്. മക്കത്ത് ജൂതന്മാരുണ്ടായിട്ടില്ല. മനസ്സിലാക്കണം, മക്കത്ത് ചരിത്രത്തിൽ ജൂതന്മാരില്ല. പിന്നെ മദീനത്ത് നിന്ന് അങ്ങനെ റസൂൽ സ്കൂളിൽ പോകുമ്പോൾ പോയിട്ടുണ്ടോ? പള്ളിയും വീടൊക്കെ ഏകദേശം അടുത്തടുത്തന്നെ. ഇനി മദീനത്ത് പോയതിനു ശേഷമുള്ള ചരിത്രം വായിച്ചാലുണ്ടല്ലോ വിഡ്ഢികളല്ലാത്തവര് പറയൂല. കാരണം മദീനത്ത് റസൂലിനെ തൊടാൻ വിടൂല. ഇത് നിങ്ങൾ കേട്ട റസൂല് ഡെയിലി ഇങ്ങനെ സ്കൂളിൽ പോകും പോലെ ഒരു ബിൽഡിങ്ങിന്റെ താഴെ നടന്നു പോവാ, ഒരു ജൂതപ്പെണ്ണ് റെഡിയായി നിൽക്കുക, ചപ്പ് ചവറ് പോവുക. ഒരു ദിവസം നോക്കുമ്പോ ചപ്പ് ചവറ് തലയിൽ വീഴുന്നില്ല. ആ വൃത്തികെട്ട സാധനേ, ആ കുമാമ എന്ന അറബി പറയാ, ആ കുമാമ തലയിൽ വീഴുന്നില്ല. അപ്പൊ റസൂൽ എന്തോരം ഇടങ്ങേറ്, എന്താ ഇന്ന് മാത്രം അത് കിട്ടൊന്നും പോകാത്തത്? എന്നിട്ട് റസൂൽ ആ പെണ്ണെ പോയി നോക്കാണ്, എന്താ മോളെ നീ ഇന്നിടായിന്? അപ്പൊ ഓള് പറയാ, അതെനിക്ക് സുഖമില്ലായിട്ടാണ്. എന്തൊരു കഥയാണ് ഇത്! എവിടുന്നുണ്ടായതാ? ഇത് മദീനത്താ. മദീനത്ത് എരപ്പായി കളി ഈ സാധനത്തിനെ. മദീനത്ത് അങ്ങനെ സംഭവം നടക്കൂല. മക്കത്ത് ജൂതന്മാരുണ്ടായിട്ടില്ല. ഹദീസിൽ കുമാമ എന്ന ഈ സാധനത്തിനെ പരിഹസിച്ച് പറയാ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു സാധനം എവിടെയുള്ളത്? ഹദീസിലില്ല, ചരിത്രത്തിൽ എവിടെയില്ല, ഞാൻ കണ്ടിട്ടില്ല. മലയാളം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരാള്. അയാളെ ഫോൺ ചെയ്ത് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയാല്? അയാൾ പറഞ്ഞൊരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന് കിട്ടിയെന്നാ. അതിന് ആധികാരിക തന്നെ അയാൾ പറഞ്ഞത്, അത് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ അടുത്തേൽ തിരുത്തിക്കോളാന്നാണ്. ഇതല്ലേ ഇളക്കുന്നത്? ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചു, ഇത് പല ആളോടും ചോദിച്ചു. അവരിതൊക്കെ പണ്ഡിതന്മാർ പറയുന്നതല്ലേ. ഞാൻ എന്താ വിവരക്കേട് പറയുന്നത്? നമ്മളെന്താക്കാനാ? ഇങ്ങനെ സംഭവം ചരിത്രത്തിലില്ല. നേരെ മറിച്ച് ഒരു സംഭവം ഉണ്ട്. ഏതാ? ഉമ്മു ജമീല് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന വഴിയിൽ മുള്ളിടുമായിരുന്നു. ശരീരത്തിലിട്ടിട്ടില്ല, വഴിയിലേ ഇട്ടിട്ടുള്ളൂ. എങ്ങനെയാ ഖുർആൻ പ്രതികരിച്ചത്? എന്ത് പ്രതികാരം ചെയ്തെന്നറിയോ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അങ്ങനെയല്ലേ പറഞ്ഞത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഓന്റെ കൈ നശിച്ചു പോട്ടെ, കൈ നശിച്ചു പോട്ടെ. ഓന്റെ കുടുംബവും ഓന്റെ സമ്പത്തും ഓന് കുണത്തിലെത്തൂല. ഖുർആൻ ശപിച്ചില്ലേ? ഓനെയും ഓന്റെ ഓക്കും നാളെ തീപിടിക്കും, ഓന്റെ ഓളയും നാളെ തീപിടിക്കും. ഖുർആൻ പറഞ്ഞതാ. ഇതിങ്ങനെ കേട്ടപ്പോണ്ടല്ലോ, ഓന്റെ ഓക്കും നാളെ തീപിടിക്കും, ഓന്റെ ഓളയും നാളെ തീപിടിക്കും. ഖുർആൻ പറഞ്ഞതാ. ഇതിങ്ങനെ കേട്ടപ്പോണ്ടല്ലോ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലൊക്കെ ഇങ്ങനെ ഹാലിളകി. വിറകുകാരി എന്നാ പറഞ്ഞത്, വിറകുകാരി പെണ്ണ്. കുളിച്ച വർത്താനാ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഉമ്മു ജമീലിന് സംഗതി മനസ്സിലായി, എന്നെ പരിഹസിച്ചു ഖുർആൻ. മാത്രമല്ല ഇതെല്ലാരും ഓതുമല്ലോ, ആൾക്കാർ പോയി ഓതാൻ തുടങ്ങി. ഓനെയും ഓന്റെ ഒക്കോ അതിങ്ങനെ ഇളകി. അന്ന് പലപ്പോഴും പ്രതികരിച്ചതോ സാഹിത്യം കൊണ്ടായിരുന്നു. ഈ ഖുർആൻ എന്ന ഗ്രന്ഥത്തിലൂടെ വഴിയിൽ മുള്ളിട്ട ഉമ്മു ജമീലിനെതിരെ ഖുർആൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ചപ്പ് ചവറുന്ന ജൂതപ്പെണ്ണ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ വിവരമില്ലാത്തവരുടെ കേൾക്കുന്നവർ അതിൽ ശക്തമായി ഖുർആൻ പ്രതികരിച്ചു. ഉമ്മു ജമീൽ സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പിടി ചരൽക്കല്ലുമായി റസൂൽ എറിയാൻ വന്നു. ഉമ്മു ജമീല് റസൂൽ അവളെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നെ നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്ന സംഗതിയാ, കുടൽമാല കഴുത്തിലിട്ടു. ശരിയാണ്, ഉഖബത്ത് ബിൻ അബീ മുഅയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോയപ്പോ കുടൽമാല കഴുത്തിലിട്ടിട്ടുണ്ട്.
ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അടുത്തൊരു സഹാബി നിൽക്കുന്നുണ്ട്. ആ സഹാബിയുടെ ഒരു പ്രതികരണം എന്താണെന്നറിയോ? പഠിച്ചോനെ, എനിക്ക് ഇവരെന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ. എന്റെ ആ സഹാബി ഒന്നും ചെയ്യാൻ കഴിയാത്തവനാണ്. പാവത്തിന് ഒറ്റക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫാത്തിമ ബീവി വന്ന് കുടൽമാല മാറ്റി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കി തിരിക്കല്ല ചെയ്ത് ഓരോന്നിനെയും ശപിച്ചിട്ടുണ്ട്. ശാപവാക്ക് കേട്ടവരൊക്കെ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ക്കാണ് മറ്റുള്ളവരിങ്ങനെ നോക്കി നിൽക്കെ ഈ സാധനം കൊണ്ടുപോയി കഴുത്തിലിട്ടത്. ബദർ യുദ്ധം ഇത് കഴിഞ്ഞ് 10-12 കൊല്ലം കഴിഞ്ഞ് മദീനത്ത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ 70ഓളം ബന്ദികൾ കൂട്ടത്തിലുണ്ട്. ബന്ദികൾ എന്താക്കണമെന്നൊന്നും തീരുമാനിച്ചില്ല. മദീനത്ത് എത്തിയിട്ടല്ലേ തീരുമാനിക്കുള്ളൂ. അങ്ങനെ യാത്രാമധ്യേ ബദറിൽ നിന്ന് മദീനത്ത് പോകുന്ന യാത്രാമധ്യേ വഴിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോ റസൂല് ചോദിക്കണത്രേ, ആ ഉഖ്ബത്തിന് അബീ മുഅയ്ക്ക് ബന്ദികളുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ സഹാബത്ത് പറഞ്ഞു, ഉണ്ട് റസൂലെ, ഉമ്മനെ കൊണ്ട് പിടിച്ചോണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പിടിച്ച് റസൂലിന് മുമ്പിൽ ഹാജരാക്കിയപ്പോ പ്രവാചകൻ പറഞ്ഞു അത്രേ അവന്റെ കഴുത്ത് വെട്ടാൻ. ഉടനെ അലിയാര് ചാടി അവന്റെ കഴുത്ത് വെട്ടി മാറ്റി. ചരിത്രത്തിൽ പറയുന്നത് അവന്റെ കഴുത്ത് ആ സമയത്ത് വെട്ടാൻ മറ്റൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല, കുടൽമാല കഴുത്തിലിട്ടതല്ലാതെ. എന്റെ 12 കൊല്ലം കഴിഞ്ഞപ്പോ പ്രതികരിച്ചത് അപ്പോഴാണ് കിട്ടിയപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴേ ചെയ്തിട്ടുള്ളൂ. പ്രവാചകൻ കഴുത്തിൽ കുടൽമാലയിട്ട ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ക്കിനെ ബദറിന് ശേഷം ബന്ദികളായി ചരിത്രത്തിലുള്ളതാ ഞാൻ പറയുന്നത്. പിടിച്ചു കൊണ്ടുപോകുമ്പോ ഒരു കാരണമില്ലാതെ വെട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം മദീനത്ത് കൊണ്ടിട്ടുണ്ട്. എന്റെ അപ്പ ചെയ്തത് അങ്ങനെ പിന്നീട് പ്രതികരിക്കാൻ പറ്റുമോ? ഇവിടെ കിട്ടുമ്പോലെ ചെയ്യാൻ പറ്റുമോ? അപ്പോഴേ ചെയ്തിട്ടുള്ളൂ. ചെയ്യണ്ടോനെ ചെയ്തിട്ടുള്ളൂ. വേറെ ആരും ചെയ്തിട്ടില്ലല്ലോ, കണ്ടവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തിനു ചെയ്തു? അവൻ കുടൽമാല കഴുത്തിലിട്ടവനാണ്. അങ്ങനെ കുടൽമാലയും പേറി നടക്കുന്നവനല്ല നമ്മള്. അല്ല, അവരിടും. അവരധികാരവും അവരുടെ ശക്തിയും ഒക്കെ ഉണ്ടാവും, ഇടും. അത് ഇടുമ്പോ അവര് കഴിയുമ്പോ അവരിടും, നമുക്ക് കഴിയുമ്പോ നമ്മ നോക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായും അതിലെ സംഗതികൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി ജീവചരിത്രത്തിലെ ഓരോ ഘട്ടങ്ങളിലും ദുഃഖം വിശദീകരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് വളരെ ബലഹീനരായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ചെയ്യാൻ കഴിയാത്തോണ്ടാ, നിയമപരമായ തടസ്സം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു കാരണം ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന രംഗുണ്ട്. ഒരു സ്ത്രീ പോയിട്ട്, ഒരു അടിമ സ്ത്രീ പോയിട്ട് ഹംസ ഇങ്ങനെ ഹംസ റളിയല്ലാഹു പ്രത്യേക പ്രകൃത, ഭയങ്കര ധീരനാണ്, വേട്ടക്ക് പോകുന്ന ആളാ. അങ്ങനെ വേട്ടക്ക് പോയിട്ട് വരുമ്പോ ഹംസ നിന്റെ സഹോദരപുത്രനുണ്ട്, സഹോദരപുത്രന്റെ ആൾക്കാരൊക്കെ വർദ്ധിക്കുന്നത്. അപ്പൊ റസൂലും സഹാബത്തും ആ അടിമകളൊക്കെ പോകുമ്പോ കുറെ ആൾക്കാർ കല്ലെടുത്ത് പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ മുഖത്ത് വരുന്നുണ്ട്. അബൂജഹലിന്റെ മർദ്ദനാണ് എന്ന് അറിഞ്ഞു. ഹംസ റളിയല്ലാഹുവിന് ദേഷ്യം വന്നു. മുഹമ്മദ് പാവമാണ്, യതീമായി ജനിച്ചവനാണ്, അവൻ എന്തോ ഒരു ആദർശം കൊണ്ടുവന്നെന്ന് ആരോ പറയുന്നത് കേട്ടിരിക്കുന്നു. മുപ്പരിക്കൊന്നും താല്പര്യമില്ലാത്തവരാണ്. മുപ്പരിങ്ങനെ നായാട്ടിന് പോവാ, മൃഗങ്ങളെ വേട്ടയാടുക, തിരിച്ചു വരിക, ഒരു പ്രത്യേകമായ ഒരു ധീരതയുള്ള ഒരാളാണ്. പക്ഷെ അബൂജഹൽ ഓൻ പണ്ടേ ദ്രോഹിയാണ്, കള്ളനാണ്, ഓനങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നേരെ പോയി അബൂജഹലിനോട് ചോദിച്ചു, എടാ അബൂജഹലെ, എന്തിനാണ് മുഹമ്മദിനെ വെട്ടിയത്? അബൂജഹലും റസൂലും ചീത്ത പറഞ്ഞപ്പം കയ്യിലുള്ള അമ്പിന്റെ വില്ലുകൊണ്ട് അബൂജഹലിന്റെ കഴുത്തിട്ടടിച്ചു. അബൂജഹൽ വീണു. എന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞു, ഞാനും മോന്റെ കൂട്ടത്തിലാടാവും. ഹംസ റളിയല്ലാഹു ഇസ്ലാം എന്താന്ന് മനസ്സിലായിട്ടില്ല ആ സമയത്ത്. ഒരു ധീരതയുടെ വർദ്ധന. ഞാനും മുഹമ്മദിന്റെ കൂടെ, നീ ആരോടാ ചോദിക്കാന്ന് പറഞ്ഞു. ഉടനെ ആൾക്കാർ 2 ഗ്രൂപ്പായി സംഘടിച്ചു. അബൂജഹലിന് ബുദ്ധിയുണ്ട്, ഓന് മനസ്സിലായി ഇവർ തമ്മിൽ സംഘട്ടത്തിന് ഏർപ്പെട്ടാൽ കുറെ ആൾക്കാർ കൊല്ലപ്പെടും, അത് മുഹമ്മദിനെ സന്തോഷിപ്പിക്കും. അബൂജഹൽ പറഞ്ഞില്ല, എനിക്ക് കൊണ്ടല്ലേ, ഞാൻ സഹിച്ചോളാം, നിങ്ങൾ ആരോടവണ്ടെന്ന് പറഞ്ഞു. അവിടെ പിന്തിരിഞ്ഞു പോയി. നമ്മൾ മനസ്സിലാക്കുന്നത് സംഗതി ഹംസയുടെ വരവുണ്ട്, ആസ്വാദനത്തിന്റെ ധീരതയുള്ള ഒരാൾ വന്നപ്പോ ആൾക്കാർക്ക് ധൈര്യമായി. ഹംസ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്ന് ദാറുൽ അർഖമിലേക്ക് ചെന്ന് മുഹമ്മദ് എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടു. 3ാമത്തെ ദിവസമാണ് ഉമർ ഇസ്ലാമിലേക്ക് വരുന്നത്. ആരാ ഉമർ? ഒരു കാലത്ത് ഏറ്റവും വലിയ കൊള്ളയും കൊള്ളിവെപ്പും വ്യഭിചാരവും ഒക്കെ നടത്തിയ കുറ്റവാളി എന്ന് പറയപ്പെടാവുന്ന എല്ലാവിധ അനാശാസ്യം നടത്തിയിട്ടുള്ള ഉമർ ഇനി വരുന്നത് എന്തിനാ? ഈ പ്രവാചകനെ, സത്യസന്ദേശവുമായി വന്ന പ്രവാചകനെ കൊല്ലാനാ ഉമർ വരുന്നത്. ആ ഉമർ വരുന്ന സമയത്ത് സഹോദരി ഇസ്ലാമൊന്നും സ്വീകരിച്ചു അങ്ങോട്ട് ചെന്നതാ. അങ്ങോട്ട് ചെന്നു, അവിടെ സഹോദരിയോട് സംഗതി പറഞ്ഞപ്പോ സഹോദരി എതിർത്തപ്പോ സഹോദരി അടിച്ചു, രക്തം വന്നു. എന്നിട്ടും സഹോദരി ധീരമായി നിന്നപ്പോ ഉമറിനൊരു തോന്നല്, ഇങ്ങനൊക്കെ ധീരമായി പിടിച്ചു നിൽക്കുന്നെങ്കിൽ എന്തെങ്കിലും സത്യം